നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വിവിധ കോടതികളിൽ നിലനിൽക്കുന്ന ബലാത്സംഗ കേസുകൾ ഉടൻ റദ്ദാക്കപ്പെടുമെന്ന നിയമവൃത്തങ്ങൾ. തനിക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത കേസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചാൽ കേസുകൾ റദ്ദാക്കപ്പെടും. ഇന്നലെ രാഹുലിന് ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവിൽ ഇക്കാര്യം വ്യക്തമാണ്. പരാതിക്കാരി പരാതി നൽകാൻ വൈകിയെന്നും അറസ്റ്റിന്റെ കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് ലൈംഗിക പീഡന കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ജാമ്യം അനുവദിച്ച് രാഹുലിനെതിരായ മൂന്നാമത്തെ പീഡന കേസിലാണ് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കാനഡയിലുള്ള അതിജീവിതയെ പ്രതി എങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്നും വിധിയിൽ പറയുന്നുണ്ട്. ബന്ധം പരസ്പര സമ്മതത്തോടെയെന്നും തെളിയിക്കുന്ന ശബ്ദരേഖ പ്രതിഭാഗം ഹാജരാക്കിയിരുന്നു. യുവതിയുടെ മാത്രം ശബ്ദമുള്ള പെൻഡ്രൈവാണ് പ്രതിഭാഗം ഹാജരാക്കിയത്. ആരുടെയും സമ്മതമില്ലാത്ത രീതിയിലാണ് പെൻഡ്രൈവിലെ യുവതിയുടെ ശബ്ദരേഖ കേൾക്കുന്നത് എന്ന നിരീക്ഷണവും കോടതി നടത്തി. എന്നാൽ ഇത് അതിജീവിതയുടെ ശബ്ദമാണെന്ന സ്ഥിരീകരണം കോടതി നടത്തിയില്ല. അന്വേഷണം പൂർത്തിയാകും വരെ റിമാൻഡ് തുടരേണ്ട സാഹചര്യമില്ലെന്നും കുറ്റാരോപിതർ ജാമ്യത്തിലായാലും അന്വേഷണം പൂർത്തിയാക്കാമെന്നും വിലയിരുത്തലാണ് ജാമ്യം അനുവദിച്ചത്. തെളിവ് ശേഖരണത്തിന് മതിയായ സമയം ലഭിച്ചെന്നും ഉത്തരവിലുണ്ട്. 50,000 രൂപയുടെ 2 ആൾജാമ്യം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും വരെ 3 മാസം എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അന്വേഷണവുമായി സഹകരിക്കണം. വിളിപ്പിച്ചാൽ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. പരാതിക്കാരെ നേരിട്ടോ സമൂഹ മാധ്യമത്തിലൂടെയോ ഭീഷണിപ്പെടുത്താൻ പാടില്ല തുടങ്ങിയ നിബന്ധനകളാണ് ജാമ്യ ഉത്തരവിൽ ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ പരാമർശങ്ങളുമായി ഹൈക്കോടതിയും രംഗത്തെത്തി. അവിവാഹിതനായ രാഹുൽ വിവാഹിതയായ യുവതിയുമായി ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൽ നിയമപരമായി എന്താണ് തെറ്റെന്നും കോടതി ചോദിച്ചു. അതേസമയം ബലം പ്രയോഗിച്ചതും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതും അടക്കം പ്രഥമ വിവര മൊഴിയിലുള്ള കാര്യങ്ങൾ ഗൗരവകരമാണെന്നും കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു. കേസിൽ പിന്നീട് വിധി പറയുമെന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണെന്നും സ്വാധീനമുള്ള വ്യക്തിയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പരാതിക്കാരിക്കെതിരായ വ്യാപകമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇതുവരെ അക്കാര്യത്തിൽ 36 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യത്തിനും ശേഷം 2 ദിവസം പാലക്കാട് രാഹുലിനൊപ്പം പരാതിക്കാരി താമസിച്ചിരുന്നല്ലോ എന്നും കോടതി ആരാഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ പരാതിക്കാരിക്ക് വിശദീകരണം ഉണ്ടെന്ന പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പ്രതിഭാഗം ഹാജരായ ഡിജിറ്റൽ തെളിവുകൾ അടക്കം കൂടുതലായി പരിഗണിക്കേണ്ടത് കേസിന്റെ അടുത്ത ഘട്ടത്തിലാണെന്നും പത്തനംതിട്ട കോടതി ജാമ്യ ഉത്തരവിൽ പറയുന്നു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. രാഹുലിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്നും ഉത്തരവിൽ പറയുന്നു. പീഡനം നടന്ന ശേഷം പരാതിക്കാരി മൊഴി നൽകാൻ വൈകി, അതായത് 1 വർഷം 9 മാസം എന്ന പ്രതിഭാഗത്തിന്റെ വാദവും പരിഗണിച്ച ശേഷമാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പരാതിക്കാരി വിദേശത്തായതിനാൽ രാഹുൽ ജാമ്യത്തിലിറങ്ങിയാൽ ഭീഷണിപ്പെടുത്തുമെന്ന വാദം നിലനിൽക്കില്ല എന്നും കേസിൽ നേരിട്ടുള്ള മറ്റ് സാക്ഷികളില്ലെന്നും അതുകൊണ്ട് തന്നെ കസ്റ്റഡി ഇനി വേണ്ടെന്നുമാണ് കോടതി വിധിയിൽ പരാമർശിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ നേരത്തെ രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. അരുന്ധതി ദിലീപാണ് ജാമ്യ ഹർജിയിൽ ഉത്തരവിട്ടത്. അടച്ചിട്ട കോടതി മുറിയിൽ 2 മണിക്കൂർ വിശദമായ വാദം കേട്ടതിന് ശേഷമായിരുന്നു വിധി. പ്രോസിക്യൂഷന് വേണ്ടി MG ദേവിയായിരുന്നു ഹാജരായത്. രാഹുലും യുവതിയുമായി പരസ്പര സമ്മതത്തോടെയാണ് ബന്ധമായിരുന്നുവെന്നതിന് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പ്രതിഭാഗം ഹാജരാക്കിയായിരുന്നു നീക്കം. മൂന്നാമത്തെ പീഡന കേസിൽ ജാമ്യം ലഭിച്ചതോടുകൂടി രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. അതേസമയം മത്സരിച്ചില്ലെങ്കിലും പ്രചാരണത്തിൽ രാഹുൽ നിറഞ്ഞു നിൽക്കും. പക്ഷേ ജാമ്യത്തിൽ ഇറങ്ങിയാലും 2 വർഷത്തിനു ശേഷം ശിക്ഷ ലഭിച്ചാൽ അംഗത്വം നഷ്ടപ്പെടും. രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന സൂചനകൾ നേരത്തെ നൽകിയിരുന്നു. ഇതിനിടയിലാണ് അറസ്റ്റിലായത്.